നമുക്കിന്ന് ചുണ്ടങ്ങ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചുണ്ടങ്ങ എല്ലാം പറിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ കായ മാത്രമാണ് ആവശ്യമുള്ളത്. അതിൽ തണ്ടെല്ലാം കളയുക. തണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം ചുണ്ടങ്ങൻ്റെ ഉള്ളിലുള്ള കറ കളയുന്നതിന് വേണ്ടിയിട്ട് ചുണ്ടങ്ങ ചതയ്ക്കുക. നന്നായി ചതയാനും പാടില്ല. അതിൻ്റെ ഉള്ളിലുള്ള കറ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചതയ്ക്കുന്നത്. ചതച്ചതിന് ശേഷം 10-12 തവണയെങ്കിലും നന്നായി ചുണ്ടങ്ങ കഴുകണം. എന്നാലേ അതിൻ്റെ ഉള്ളിലുള്ള കറ പോകത്തുള്ളൂ. ഈ ചുണ്ടങ്ങ വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം 5 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അത് നന്നായി വെന്തിട്ടുണ്ടാവും. അതിനുള്ളിലുള്ള കറയൊക്കെ കൂടുതലും ഇളകി പോയിട്ടുണ്ടാവും. നമുക്കിനി 2-3 ദിവസത്തേക്ക് വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. വേവിച്ചതിന് ശേഷം ഫസ്റ്റ് ദിവസം ഞാൻ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് 3ാമത്തെ ദിവസമാണ്. അപ്പോഴേക്കും നന്നായി ചുരുങ്ങിയിട്ടുണ്ട്. ചുണ്ടങ്ങ ഇനി തൈരിൽ കൂടെ ഇട്ട് വെക്കണം. കുറച്ച് ഉപ്പ് തൈരിലിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ചുണ്ടയ്ക്ക ഇട്ടിട്ട് അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചുണ്ടയ്ക്ക വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി ഇടുക. തൈരിലിട്ട് ഉണങ്ങിയതിന് ശേഷമുള്ള ചുണ്ടയ്ക്കയാണ് ഇത്. നമുക്കിത് ഇനി ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.